ഏവർക്കും സ്മാർട്ട് പീസിലേക്ക് സ്വാഗതം. നമ്മുടെ 20 റാൻഡം ക്വസ്റ്റ്യൻസിൻ്റെ വർക്കൗട്ട് മൂന്നാമത്തെ വീഡിയോ ആണിത്. ഓക്കെ, ഇന്ന് നമ്മൾ ഇന്നലെയോ മെനിഞ്ഞാന്നും ചെയ്തതുപോലത്തെ ഇത്തിരി എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് അല്ല. എന്ന് വെച്ചാൽ എളുപ്പം എന്ന് ഉദ്ദേശിക്കാൻ കാരണം ഉത്തരമൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. 1-2 ക്വസ്റ്റ്യൻസ് നല്ലപോലെ ശ്രദ്ധിച്ചാലേ കിട്ടത്തുള്ളൂ. പക്ഷെ അങ്ങനത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യണം. എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ മാത്രം നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യണം, ചെയ്ത് വർക്കൗട്ട് ചെയ്യണം. ഇഷ്ടംപോലെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്, പക്ഷെ 1-2 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആലോചന കിട്ടത്തുള്ളൂ. സോ ഈ ഒരു വർക്കൗട്ടിൽ നിങ്ങൾ 18 മുതൽ 20 വരെ സ്വന്തമാക്കുകയാണെങ്കിൽ നിങ്ങൾ ഔട്ട്സ്റ്റാൻഡിങ് ആയിരിക്കും. 16+ ആണെങ്കിൽ എക്സലൻ്റ് ആയിരിക്കും. 14+ ആണെങ്കിൽ വെരി ഗുഡ് ആയിരിക്കും. 12+ ഗുഡ്, 12 താഴെ ആവറേജ്. നന്നായി ചെയ്യുക, നന്നായി മനസ്സിലാക്കി ചെയ്യുക, അറിഞ്ഞുകൂടാത്തത് എഴുതി പഠിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. സോ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. എല്ലാവരും നല്ലപോലെ ഓപ്ഷൻസ് ഒക്കെ വായിച്ച് ഉത്തരങ്ങൾ എഴുതുക കേട്ടോ. സ്വന്തമായിട്ട് ചെയ്യുന്ന ആൾക്കാർ വീഡിയോ പൗസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുക. ഓക്കെ, ശരി, നോക്കാം. വളരെ താഴെ പറയുന്നവയിൽ ഇന്ത്യയിലേക്കുള്ള യൂറോപ്യന്മാരുടെ ആഗമനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതാണ്? ഒന്നാമത്തെ പ്രസ്താവന, കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിലേക്ക് എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തിയായിരുന്നു പോർച്ചുഗീസുകാർ. ശരിയാണോ? ശുഭപ്രതീക്ഷ മുനമ്പ് വഴി അല്ലെങ്കിൽ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിലേക്ക് എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തിയായിരുന്നു പോർച്ചുഗീസുകാർ. അതെ. ഓക്കെ, അപ്പോൾ ഒന്നാമത്തത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. രണ്ടാമത്തത്, 1741 കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാർക്കേറ്റ പരാജയം ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അവരുടെ ശക്തി ക്ഷയിക്കുന്നതിന് കാരണമായി. നമുക്കറിയാം, 1741 കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തുകയുണ്ടായി. ഒരു യൂറോപ്യൻ ശക്തി ഇവിടെ വന്നിട്ട് ഒരു നാട്ടുരാജ്യത്തോട് പരാജയപ്പെടുകയാണ്. തീർച്ചയായും ആ ഒരു പരാജയം ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അവിടെ ശക്തി ക്ഷയിക്കുന്നതിന് കാരണമായി. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഓക്കെ, ഇപ്പൊ ഈ 2 സ്റ്റേറ്റ്മെന്റ് കിട്ടിയപ്പോൾ തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് പോകാൻ കഴിയും. കാരണം 1, 2, 3 എന്നുള്ള ഓപ്ഷൻ ഇവിടെ ഇല്ല. 1, 2 മാത്രം എന്നൊരു ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ. അതായത് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. നമുക്ക് മൂന്നാം സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗങ്ങളുമായി മറ്റു കപ്പലുകൾ വ്യാപാരം നടത്തുന്നത് തടയുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ വ്യവസ്ഥയാണ് കാർട്ടസ്. ഇതിൽ ഈ കാർട്ടസ് വ്യവസ്ഥയെക്കുറിച്ച് പറയുന്ന കാര്യം, അതായത് ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗങ്ങളുമായി മറ്റു കപ്പലുകൾ വ്യാപാരം നടത്തുന്നത് തടയാൻ വേണ്ടിയിട്ട് നടപ്പിലാക്കിയ വ്യവസ്ഥയാണ് കാർട്ടസ്. പക്ഷെ നടപ്പിലാക്കിയത് ബ്രിട്ടീഷുകാരാണോ? അല്ല, നടപ്പിലാക്കിയത് പോർച്ചുഗീസുകാരാണ്. നടപ്പിലാക്കിയത് ആരാണ് കുട്ടികളെ? പോർച്ചുഗീസുകാരാണ് നടപ്പിലാക്കിയത്. അതുകൊണ്ടാണ് ആ സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്തത്? തെറ്റായി മാറിയത്. ഓക്കെ അല്ലേ? എല്ലാവർക്കും കിട്ടിക്കാണെന്ന് വിശ്വസിക്കുന്നു. രണ്ടാം ചോദ്യം, ഈസി ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന സംഭവങ്ങളെ കാലഗണന പ്രകാരം ക്രമീകരിക്കുക. വൈക്കം സത്യാഗ്രഹം, ചാന്നാർ ലഹള, പാലിയം സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശന വിളംബരം. വൈക്കം സത്യാഗ്രഹം 1924 ചാന്നാർ ലഹള 1859 പാലിയം സത്യാഗ്രഹം 1947 എൻ്റെ കൂടെ പറഞ്ഞു പോണേ, 1947 ക്ഷേത്രപ്രവേശന വിളംബരം 1936 അപ്പൊ ഇതിൽ ആദ്യം വരുന്ന ഏതാ? ആദ്യം വരുന്നത് ചാന്നാർ ലഹളയിലെ ആദ്യം വരുന്നത് 2 ആദ്യം വരുന്നത്. ഇനി നിങ്ങൾ ഓപ്ഷൻസിലേക്ക് നോക്കിയേ, 2 ആദ്യം വരുന്ന ഒരൊറ്റ ഓപ്ഷനല്ലേ ഉള്ളൂ. ആ ഓപ്ഷൻ ബി ആണ്. 2, 1, 4, 3 ചാന്നാർ ലഹളയാണ് ആദ്യം വരുന്നത്. അതായത് 2 ആദ്യം വരുന്നത്. 2 ആദ്യം വരുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ആൻസർ. അതിനുശേഷം ചാന്നാർ ലഹളയ്ക്ക് ശേഷം ഏത് വരും കുട്ടികളെ? വൈക്കം സത്യാഗ്രഹം വരും. പിന്നെ നമുക്ക് മൂന്നാമതായിട്ട് ക്ഷേത്രപ്രവേശന വിളംബരം വരും. നാലാമതായിട്ട് പാലിയം സത്യാഗ്രഹം വരും അല്ലേ? അപ്പം ചാന്നാർ, വൈക്കം സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശന വിളംബരം, പാലിയം. അതായത് 2, 1, 4, 3 ഓപ്ഷൻ ബി ആണ് ആൻസർ. അതും കിട്ടിക്കാണും. പാടില്ല, എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്. അടുത്ത്, ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറിപ്പഴം എന്ന് അവധ് എന്ന നാട്ടുരാജ്യത്തെ വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരാണ്? ഒരുപാട് തവണ പ്രിലിംസിന്, അതായത് 10th പ്രിലിംസിന്, 10th മെയിൻസിന്, +2 ലെവൽ മെയിൻസിന്, ഡിഗ്രി പ്രിലിംസിനൊക്കെ ചോദിച്ച ചോദ്യമാണ്. ആൻസർ ഓപ്ഷൻ സി, ഡൽഹൌസി ആണ് അവധിനെ നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറി എന്ന് വിശേഷിപ്പിച്ചത്. ഓക്കെ, അടുത്ത്, താഴെ പറയുന്നവരിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ മിതവാദികൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്ന നേതാവ് ആരാണ്? മിതവാദികൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്ന നേതാവ് ആരെന്നാണ് ചോദ്യം. നിങ്ങൾക്ക് അറിയാം ആരാണ് ഇതിൽ ആൻസർ വരുന്നത്? കിട്ടിയോ? ഗോപാലകൃഷ്ണ ഗോഖലെയാണ് അല്ലെ? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. കാരണം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ലാൽ, പാൽ, ബാൽ, ഇവർ 3 പേരും
തീവ്രവാദികളാണ്. തീവ്രവാദി എന്ന് വെച്ചാൽ തീവ്രവാദ ദേശീയ അല്ലെങ്കിൽ തീവ്രദേശീയവാദികളാണ് അല്ലേ. അതായത് നമ്മുടെ കൈക്കഴുത്തിലൂടെ സ്വാതന്ത്ര്യം നേടിയെടുക്കണമെന്ന് വാദിച്ചിരുന്ന തീവ്രവാദികൾ അല്ലെങ്കിൽ തീവ്രവാദി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് ഈ പറഞ്ഞ ലാൽ പാൽ. അതായത് നമ്മുടെ ലാല ലജ്പത് റായ്, ബാലഗംഗാധര തിലകൻ, ബിപിൻ ചന്ദ്രപാൽ ഇവരെല്ലാം തീവ്രവാദ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്. ഗോപാലകൃഷ്ണ ഗോഖലെ മിതവാദികളിൽ പെട്ട ആളാണ് അല്ലേ. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം, ഭൂമധ്യരേഖയിൽ കോറിയോലിസ് ബലം ഡാഷ് ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു സാധനം മിക്ക പരീക്ഷകളിലും കയറി വരാറുണ്ട്. ഈ കോറിയോലിസ് ബലം എന്താണ് ആൻസർ? ഭൂമധ്യരേഖയിൽ കോറിയോലിസ് ബലം എങ്ങനെയാണ് കുട്ടികളെ? 0. ധ്രുവപ്രദേശങ്ങളിൽ കോറിയോലിസ് ബലം കൂടുതലാണ്. ധ്രുവപ്രദേശങ്ങളിൽ നിന്നും ഭൂമധ്യരേഖ പ്രദേശങ്ങളിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും? ഈ കോറിയോലിസ് ബലം കുറഞ്ഞ് നമ്മുടെ എവിടെ എത്തുന്ന സമയത്ത്, ഭൂമധ്യരേഖയിൽ എത്തുന്ന സമയത്ത് ഈ ബലം എന്തായി മാറും? 0 മാറും. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി 0 കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. പക്ഷെ ഇത് കുറെ ആൾക്കാർക്ക് ഈ ക്വസ്റ്റ്യൻ പോകും കേട്ടോ, എല്ലാവർക്കും കിട്ടത്തില്ല. അടുത്ത്, ഭൂവൽക്കത്തിലെ ഫലകങ്ങളുടെ ചലനത്തിന് കാരണമാകുന്ന പ്രധാന ബലം ഏതാണ്? ഭൂവൽക്കത്തിലെ ഫലകങ്ങളുടെ ചലനത്തിന് കാരണമാകുന്ന പ്രധാന ബലം ഏതാണ്? ഓപ്ഷൻസ്: ഭൂമിയുടെ ഉൾഭാഗത്തു നിന്നുള്ള സംവഹന പ്രവാഹം, വേലിയേറ്റം, സൗരക്കാറ്റ്, കാന്തിക ബലം. ഇതിൽ നിങ്ങൾക്ക് ബിയും സിയും ഒക്കെ ഒരുവിധപ്പെട്ട എല്ലാവരും വെട്ടിക്കാണും. എയിലും ഡിയിലും ഒരു ഡൗട്ട് വന്നു കാണും. ആൻസർ ഓപ്ഷൻ എ ആണ്. ഇപ്പോഴേ എഴുതി പഠിക്കുക. ഭൂവൽക്കത്തിലെ ഫലകങ്ങളുടെ ചലനത്തിന് കാരണമാകുന്ന ബലം ഏതെന്ന് കേട്ടാൽ ഭൂമിയുടെ ഉൾഭാഗത്ത് നിന്നുള്ള സംവഹന പ്രവാഹമാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ചോദ്യം, ചേരുംപടി ചേർക്കുക എന്നാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ചോദ്യമാണ്. ബാലവേല നിരോധനം ഏത് ആർട്ടിക്കിളിൽ വരും പിള്ളേരെ? ആർട്ടിക്കിൾ 24 അല്ലേ. അതായത് 1C വരും. ഇനി ഓപ്ഷനിലോട്ട് നോക്കിയേ. 1C ഉള്ള ഒരൊറ്റ ഓപ്ഷനല്ലേ ഉള്ളൂ. 1C ഉള്ള ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, ഇനി വേണമെങ്കിൽ ഒന്ന് ഉറപ്പാക്കാം. സ്വത്തവകാശം 300A, 2A വരുന്നുണ്ട്. അവസര സമത്വം 16, 3D വരുന്നുണ്ട്. നോക്കിയേ, 3D വരുന്നുണ്ട്. വിദ്യാഭ്യാസ മൗലിക അവകാശം 21A, 4B വരുന്നുണ്ട്. ആൻസർ ഏതാണ്? ബി ആണ്. പക്ഷെ നിങ്ങൾ നോക്കിയത് നമ്മൾ ഒറ്റ പോയിന്റിൽ ഉത്തരം കിട്ടിയല്ലേ. മിക്ക ക്വസ്റ്റ്യൻസ് നമുക്ക് ഇനി ഉത്തരം എടുക്കാൻ പറ്റും. നിങ്ങൾ ചോദ്യവും ഓപ്ഷൻസും ഒക്കെ ഒന്ന് ശ്രദ്ധാപൂർവം വായിച്ചാൽ മതിയാകും. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏതെന്നാണ് ചോദ്യം. ഏകീകൃത നിയമ സംവിധാനം വകുപ്പ് 44 യൂണിഫോം സിവിൽ കോഡാണ് പറയുന്നത്. ശരിയാണ് അല്ലേ. ഏകീകൃത നിയമ സംവിധാനം അല്ലെങ്കിൽ യൂണിഫോം സിവിൽ കോഡ് ആർട്ടിക്കിൾ 44 തന്നെയാണ്. ശരിയാണ്. മൗലിക കടമകൾ 51. ഇത് പലർക്കും തെറ്റാൻ സാധ്യതയുണ്ട്. കാരണം ഈ 51 എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ശരിയാണെന്ന് വിചാരിക്കും. ഓക്കെ, പക്ഷേ മൗലിക കടമകൾ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് 51-ലല്ല, 51A-യിലാണ്. സോ ഇതാണ് തെറ്റായിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഹൈക്കോടതിയുടെ റിട്ട് അധികാരം വകുപ്പ് 226 ശരിയാണ്. രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ് വകുപ്പ് 61 അതും ശരിയാണ് കേട്ടോ. ഇവിടെ തെറ്റായിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത്, ഇന്ത്യൻ സുപ്രീം കോടതിയുടെ തനത് അധികാരത്തിൽ പെടാത്തത് ഏതാണ്? നല്ലൊരു ചോദ്യമാണ്. ഇവിടെ സ്വന്തമായിട്ടൊന്ന് പൗസ് ചെയ്തിട്ട് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് നോക്കാം. ഒന്നാമതായി കൊടുത്തിരിക്കുന്നത് കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള തർക്കങ്ങളാണ്. ഓക്കെ, അത് തനത് അധികാരത്തിൽ വരുന്ന കാര്യമാണ്. നമുക്ക് വേണ്ടത് തനത് അധികാരത്തിൽ പെടാത്തതാണ് വേണ്ടത്. എ എന്ന് പറഞ്ഞാൽ തനത് അധികാരമാണ്. കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള തർക്കങ്ങൾ തനത് അധികാരമാണ്. അടുത്ത് ബി എന്ന് പറഞ്ഞാൽ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കം, അതും തനത് അധികാരമാണ്. ഈ തനത് അധികാരത്തെ കുറിച്ച് പരാമർശിക്കുന്നത് ആർട്ടിക്കിൾ 131-ലാണ്. നമ്മൾ ഇതിനെ ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയും. സുപ്രീം കോടതിയുടെ ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ അല്ലെങ്കിൽ തനത് അധികാരം ആർട്ടിക്കിൾ 131-ലാണ് പറയുന്നത്. കേന്ദ്രവും സംസ്ഥാനം തമ്മിലുള്ള തർക്കങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ തർക്കങ്ങൾ പരിഹാരം കാണുന്നത് സുപ്രീം കോടതി തനത് അധികാരമാണ്. സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളിൽ പരിഹാരം കാണുന്നത് സുപ്രീം കോടതി തനത് അധികാരമാണ്. ഈ 2 പോയിന്റ് ഓർത്തിരുന്നോ, നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അടുത്ത, അപ്പീൽ അധികാരം എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിയുടെ തനത് അധികാരം പോലെ തന്നെ മറ്റൊരു അധികാരമാണ്. അത് തനത് അധികാരത്തിൽ വരുന്ന കാര്യമല്ല. സോ അത് പെടാത്തതാണ്. റിട്ട് അധികാരം എന്ന് പറഞ്ഞാലും സുപ്രീം കോടതിയുടെ മറ്റൊരു അധികാരമാണ്. അത് തനത് അധികാരത്തിൽ വരുന്ന കാര്യമല്ല, അതും ഉൾപ്പെടാത്ത കാര്യമാണ്. ആൻസർ ഓപ്ഷൻ എ വരും. സി ആൻഡ് ഡി, സിയും ഡിയും ഉൾപ്പെടുന്നില്ല. കിട്ടുന്നുണ്ടല്ലോ ഇല്ല? എന്തൊരു പാടാ. കിട്ടണേ പിള്ളേർ, അതൊക്കെ ശരിയാക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണേ. ചേരുംപടി ചേർക്കുക.
പി.കെ. തുങ്കൻ കമ്മിറ്റി 1989. അപ്പം 1B വരും. ഇനി ഓപ്ഷനിലോട്ട് നോക്കണം. 1B എത്ര ഓപ്ഷൻ ഉണ്ട്? എയും സി മാത്രമേ ഉള്ളൂ അല്ലേ? 1B വരുന്നു. അപ്പം ബി നമുക്ക് വേണ്ട, ഡിയും വേണ്ട. പക്ഷെ നിങ്ങൾ നോക്കി രണ്ടിടത്തും 1B ആണ്. അപ്പൊ ഇപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. ബൽബന്തറായ് മേത്ത കമ്മിറ്റി 1957, 2D. അപ്പൊ 1Bയും 2Dയും നോക്കാം. ദാ കിടക്കുന്നത് 1Bയും 2Dയും. ഓപ്ഷൻ സി. ഇതൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും വർഷങ്ങൾ, കാരണം ഇതൊക്കെ സ്ഥിരം ചോദിക്കുന്നതുകൊണ്ട് നിങ്ങൾ ഉറപ്പായിട്ട് ഇതൊക്കെ പഠിച്ച് കാണും. അശോക് മേത്ത കമ്മിറ്റി 1977, LM സിഗ്ബി കമ്മിറ്റി 1986 കേട്ടോ. ഇതല്ല 1986. LM സിഗ്ബി കമ്മിറ്റി 1986 ആണല്ലേ. ഇതെല്ലാം പഞ്ചായത്ത് രാജുമായിട്ട് ബന്ധപ്പെട്ട കമ്മിറ്റികളാണല്ലേ പിള്ളേരെ. പക്ഷെ പഠിച്ചോണേ, കണ്ട വർഷമൊക്കെ ഇങ്ങനെയൊക്കെ ചോദിക്കും. ഞാൻ നിങ്ങളത് പറഞ്ഞുള്ളൂ, ഇതൊക്കെ ചേരുമ്പോൾ ചേർക്കാനും തെറ്റായ ജോഡിയും ഒക്കെ ആയിട്ട് ചോദിക്കും. ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു മാർക്ക്, നല്ലൊരു മാർക്കാണേ. അടുത്ത്, കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിൽ വരാത്ത സർക്കാർ പ്രസ്ഥാനം ഏതെന്നാണ് ചോദ്യം. തദ്ദേശ സ്വയംഭരണ വകുപ്പ് അല്ലെങ്കിൽ LSTDയുടെ കീഴിൽ വരാത്ത സർക്കാർ പ്രസ്ഥാനം വരാത്തയാണ് ചോദിച്ചിട്ടുള്ളത്. ശുചിത്വ മിഷൻ വരുന്നുണ്ടോ? അത് നിങ്ങൾക്ക് ഡൗട്ട് ആണെങ്കിൽ പോലും നിങ്ങൾ നോക്കിയടാ ഓപ്ഷനിൽ എവിടെയെങ്കിലും ഓപ്ഷൻ എ ഉണ്ടോ? ഇല്ല. അപ്പൊ അതിൽ നിങ്ങൾ മനസ്സിലാക്കാം ശുചിത്വ മിഷൻ LSTDയുടെ കീഴിലാണ്. കുടുംബശ്രീ പിന്നെ നമുക്കറിയാം, കുടുംബശ്രീ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ കീഴിലാണ്. കില എന്താണെന്ന് അറിയാവോ? കില എന്ന് പറഞ്ഞാൽ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ. അതായത് തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ ജീവനക്കാർക്ക് പരിശീലനം നൽകുന്ന സ്ഥാപനമാണ് കില. കിലയുടെ ആസ്ഥാനം മുളങ്കുന്നത്ത് കാവിലാണ്. തൃശ്ശൂർ മുളങ്കുന്നത്ത് കാവിലാണ് കിലയുടെ ആസ്ഥാനം. നിങ്ങൾ മുളങ്കുന്നത്ത് കാവ് തൃശ്ശൂർ കിട്ടും. അപ്പൊ കില തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ കീഴിൽ വരുന്നതാണ്. ഇൻഫർമേഷൻ കേരള മിഷൻ, IKM എന്ന് പറയും. ഇത് ഒരുപാട് ആൾക്കാർക്ക് ഡൗട്ട് വരികയും ഒരുപാട് ആൾക്കാർ ഈ ക്വസ്റ്റ്യൻ തെറ്റിക്കാനും ചാൻസ് ആയ സാധനമാണ് ഈ പറഞ്ഞ ഇൻഫർമേഷൻ കേരള മിഷൻ. പിള്ളേരെ, നിങ്ങൾ K-SMART ഒക്കെ പഠിച്ച സമയത്ത് ഇങ്ങനെ ഒരു കാര്യം പഠിച്ചു കാണും. ഇൻഫർമേഷൻ കേരള മിഷനാണ് K-SMARTന്റെ കാര്യം നിയന്ത്രിക്കുന്നത് എന്നുള്ള കാര്യം. അതെ, ഈ IKM അല്ലെങ്കിൽ ഇൻഫർമേഷൻ കേരള മിഷൻ ഏതിൽ വരുന്നതാണ്? തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിൽ വരുന്നതാണ്. അതായത് ഓപ്ഷൻ ഡിയും വരുന്നുണ്ട്. ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇവയൊന്നുമല്ല എന്നതാണ് ആൻസർ. അടുത്ത്, താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായി സൂചിപ്പിച്ചിരിക്കുന്ന നിയോജക മണ്ഡലം ഏത് MLAയുടേതാണ്? MB രാജേഷ് കളമശ്ശേരി തെറ്റാണ്. MB രാജേഷിന്റെ മണ്ഡലം തൃത്താല. P രാജീവ് ബേപ്പൂര് തെറ്റാണ്. P രാജീവിന്റെ മണ്ഡലം കളമശ്ശേരിയാണ്. നമ്മുടെ വ്യവസായ മന്ത്രി P രാജീവിന്റെ വ്യവസായവും നിയമവും അങ്ങനെ തന്നെ കേട്ടോ. P രാജീവ് കളമശ്ശേരിയാണ്. PA മുഹമ്മദ് റഷീദ് എന്നല്ല, റിയാസ് ആണ്. ഇത് ക്വസ്റ്റ്യൻ വയ്യ. ഓക്കെ, സി അത് തെറ്റാണ്. കാരണം മുഹമ്മദ് റിയാസിന്റെ മണ്ഡലം ഏതാണ്? ബേപ്പൂരാണ് മുഹമ്മദ് റിയാസിന്റെ മണ്ഡലം. ഓക്കെ, വീണ ജോർജ് തൃത്താല തെറ്റാണ്. വീണ ജോർജിന്റെ മണ്ഡലം ആറന്മുളയാണ് അല്ലേ? ആറന്മുളയാണ് വീണ ജോർജിന്റെ മണ്ഡലം. ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി ആണ്. എല്ലാം തെറ്റാണ്. ഓക്കെ. അടുത്ത്, നാരീശക്തി വന്ദന അധിനിയം. ഇതിന്റെ ക്ലാസ് ചാനലിലുണ്ട്. നിങ്ങൾ പരീക്ഷിക്കുമ്പോൾ ഉറപ്പായിട്ട് ഇത് കണ്ടിട്ട് പോകണം. മനസ്സിലായ? ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കണ്ടിട്ട് പോവുക കേട്ടോ. നിങ്ങൾക്ക് ചോദ്യം വരും. നാരീശക്തി വന്ദന അധിനിയം ബില്ല് ലോകസഭ പാസ്സാക്കിയ ദിനം ഏതെന്നാണ് ചോദ്യം. ലോകസഭ പാസ്സാക്കിയത് 2023 സെപ്റ്റംബർ 20 ലോകസഭ പാസ്സാക്കിയത്. ഈ ബില്ല് നിങ്ങൾക്ക് അറിയാം, നമ്മുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ അവതരിപ്പിച്ച ആദ്യത്തെ ബില്ലാണ്. സെപ്റ്റംബർ 19, 2023 സെപ്റ്റംബർ 19 അവതരിപ്പിച്ചത്. 20 ലോകസഭ, രാജ്യസഭ 21 സെപ്റ്റംബർ 21 പാസ്സാക്കി. പ്രസിഡന്റ് ഒപ്പുവെച്ചത് സെപ്റ്റംബർ 28. ഇത് ഒരുപാട് തവണ ചോദിച്ചു. പ്രസിഡന്റ് ഒപ്പുവെച്ചത് സെപ്റ്റംബർ 28. ഓക്കെ, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്തിരിക്കുക. അതായത് 33% സംവരണം ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും വനിതകൾക്ക് നൽകുന്നത് ഈ ഒരു ബില്ല് പ്രകാരമാണ്. 106ാമത്തെ ഭേദഗതിയും 128ാമത്തെ ബില്ലുമാണ്. 2029 നിലവിൽ വരുന്ന ഈ ഒരു കാര്യം 15 വർഷത്തേക്കാണ് ഈ ഒരു സംവരണം ഏർപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. എപ്പോഴാണോ 2029 ആരംഭിക്കുന്നത് പറഞ്ഞിരിക്കുന്നത്. 2029 ലോകസഭ ഇലക്ഷൻ മുതലാണ് ഇത് ആരംഭിക്കുന്നത്. അതായത് 33% സംവരണം. 15 വർഷത്തേക്കാണ് ഈ സംവരണം എന്ത് ചെയ്തിട്ടുള്ളത്? നടപ്പിലാക്കുന്നത് ആദ്യമായിട്ട്. ഓക്കെ, ഇത് ബാക്കി നിങ്ങൾ ആ ക്ലാസ് ഒന്ന് കണ്ടോണം, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ചോദ്യം,
ഇന്ത്യൻ നിയമനിർമ്മാണ പ്രക്രിയയുടെ വിവിധ ഘട്ടങ്ങൾ ശരിയായി ക്രമപ്പെടുത്തുക. ഈ ചോദ്യം ഒരുവിധം എല്ലാവർക്കും ഒന്ന് ബുദ്ധിമുട്ട് തോന്നുന്ന ഒരു ക്വസ്റ്റ്യനാണ്. കാരണം ഞാനത് ഓഫ്ലൈനിലൊക്കെ നടത്തിയപ്പോഴൊക്കെ ഒരുപാട് പേർക്ക് കിട്ടിയില്ല. പക്ഷേ SCERT നന്നായിട്ട് പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് ഇത് അവിടെ നിന്ന് കിട്ടേണ്ടതാണ് ഈ ഒരു പോയിന്റ്. നോക്കാം പിള്ളേരെ, ആദ്യം വരുന്നത് ഒന്നാം വായനയാണ്. അത് ആദ്യം വരും. ഓക്കെ, പിന്നെ വരുന്നത് രണ്ടാം വായനയാണ്. പിന്നെ വരുന്നത് അത് രണ്ടാമത് വരും. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, ഒന്നാം വായനയ്ക്കും രണ്ടാം വായനയ്ക്കും ശേഷം മൂന്നാം വായനയല്ല വരുന്നത് കേട്ടോ. നിങ്ങൾ നോക്കിയാൽ മതി, ACE അങ്ങനെ തുടങ്ങുന്ന ഒരു ഓപ്ഷൻ ഇല്ല കേട്ടാ. നിങ്ങൾ നോക്കിയാൽ മതി, ഒന്നാം വായന, രണ്ടാം വായന, മൂന്നാം വായന അങ്ങനെ തുടങ്ങുന്ന ഓപ്ഷൻ ACE എന്നൊരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഒന്നാം വായനയ്ക്കും രണ്ടാം വായനയ്ക്കും ശേഷം വരുന്നത് ഏതാണ് കുട്ടികളെ? കമ്മിറ്റി ഘട്ടമാണ് വരുന്നത്. കമ്മിറ്റി ഘട്ടത്തിന് ശേഷം റിപ്പോർട്ടിംഗ് ഘട്ടമാണ് വരുന്നത്. അതിനുശേഷമാണ് മൂന്നാം വായന വരുന്നത്. അപ്പൊ ആൻസർ ഓപ്ഷൻ A ആണ്, ACDBE. ഒന്നാം വായന, രണ്ടാം വായന, കമ്മിറ്റി ഘട്ടം, റിപ്പോർട്ടിംഗ് ഘട്ടം, മൂന്നാം വായന. പഠിച്ചു വെച്ചോ, ഈ സാധനം നിങ്ങൾക്ക് വീണ്ടും ചോദിക്കും, ഉറപ്പാണ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇതിൽ നിങ്ങൾക്ക് മാത്രമായിട്ട് മാർക്ക് കിട്ടും. ഞാൻ പറയണത് ഓർത്തിരിക്കുക. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ ഏവ എന്നാണ് ചോദ്യം. ഹേബിയസ് കോർപ്പസ് ശരീരം ഹാജരാക്കുക, ശരിയാണോ? നമുക്ക് ശരിയായതാണേ വേണ്ടത്, ശരിയാണോ? ഹേബിയസ് കോർപ്പസ് ശരീരം ഹാജരാക്കുക ശരിയാണ്. പിള്ളേരെ നോക്കിയ പ്രൊഹിബിഷൻ നിലനിർത്തുക എന്നാണ് കൊടുത്തിരിക്കുന്നത്. പ്രൊഹിബിഷന്റെ അർത്ഥം നിലനിർത്തുന്നതാണോ അതോ നിർത്തുക അല്ലെങ്കിൽ തടയുക എന്നാണോ? തടയുക അല്ലെങ്കിൽ റദ്ദ് ചെയ്യുക എന്നാണ് പ്രൊഹിബിഷന്റെ അർത്ഥം വരുന്നത് അല്ലേ? അപ്പൊ അത് തെറ്റാണ്, ബി തെറ്റാണ്. മാൻഡമസ് ഞങ്ങൾ ആജ്ഞാപിക്കുന്നു, അത് ശരിയാണ്. കൊവാറന്റോ എന്ത് അധികാരത്തിൽ അല്ലേ? എന്ത് അധികാരത്തിൽ, അതും ശരിയാണ്. അപ്പൊ ഇവിടെ ശരിയായിട്ടുള്ളത് ACD ആണ്. ACD ഓപ്ഷൻ എവിടെ? ഓപ്ഷൻ ബി ആണ് ACD. അടുത്ത് 4DS എന്നറിയപ്പെടുന്ന സവിശേഷ ലക്ഷണങ്ങൾ പ്രകടമാകുന്ന അപര്യാപ്ത രോഗം ഏതാണ്? നല്ലൊരു ചോദ്യമാണ്. 4D ലക്ഷണങ്ങൾ കാണിക്കുന്ന അപര്യാപ്ത രോഗം പിള്ളേരെ പെല്ലഗ്രയാണ്. പെല്ലഗ്ര നമുക്കറിയാം, വൈറ്റമിൻ B3 അല്ലെങ്കിൽ നിയാസിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഏത്? പെല്ലഗ്ര. നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട 4D എന്തെന്നാണ്. 4D എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ D എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയേറിയ എന്ന് വെച്ചാൽ വയറിളക്കം ഉണ്ടാവും പെല്ലഗ്ര വന്നു കഴിഞ്ഞാൽ. രണ്ടാമത്തെ D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിമൻഷ്യ വെച്ചാൽ ഓർമ്മക്കുറവുണ്ടാവും. മൂന്നാമത്തെ D എന്ന് വെച്ചാൽ ഡെർമറ്റൈറ്റിസ്, സ്കിന്നിന് പ്രശ്നം ഉണ്ടാവും. നാലാമത്തെ D എന്താണെന്ന് അറിയാവോ? ഡെത്ത്. അപ്പം ഡയേറിയ, ഡിമൻഷ്യ, ഡെർമറ്റൈറ്റിസ്, ഡെത്ത്, ഇതാണ് 4D. മനസ്സിലായല്ലോ? ഡയേറിയ, ഡിമൻഷ്യ, ഡെർമറ്റൈറ്റിസ്, ഡെത്ത്, ഇതാണ് 4D. പെല്ലഗ്രയാണ് കേട്ടോ, പെല്ലഗ്ര. ഓക്കെ. സ്കർവിക്ക് കാരണം വൈറ്റമിൻ സിയുടെ കുറവാണ്, അതൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. ബെറി വൈറ്റമിൻ B1 കുറവാണ്. റിക്കറ്റിന്റെ കാരണം എന്താ കുട്ടികളെ? റിക്കറ്റിന് വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലമാണ് കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് ഉണ്ടാവുന്നത്, ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, AB രക്തഗ്രൂപ്പുള്ള വ്യക്തികൾ സാർവിക സ്വീകർത്താവ് എന്ന് വിളിക്കപ്പെടാൻ കാരണം അവരുടെ രക്തത്തിൽ. ഈ ഒരു ചോദ്യം കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് സന്തോഷം വരികയും പക്ഷെ ഓപ്ഷൻ നോക്കുമ്പോൾ കൺഫ്യൂസിങ് ആകുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമുക്ക് ABയിൽ ആന്റിബോഡി ഇല്ലെന്നുള്ള കാര്യം അറിയാം. അത് വെച്ചിട്ട് ഓപ്ഷൻ Aയും ഓപ്ഷൻ Cയും വെട്ടിക്കളയാം. പക്ഷെ ഓപ്ഷൻ Bയും Dയും കൺഫ്യൂസിങ്, അതായത് അതിൽ ഡൗട്ട് വരും. പ്ലാസ്മയിൽ ആന്റിബോഡി Aയും Bയും ഇല്ല, RBCയിൽ ആന്റിബോഡി Aയും Bയും ഇല്ല. പക്ഷെ നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്ലാസ്മയിലാണ് ആന്റിബോഡി കാണപ്പെടുന്നതെന്ന്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കിത് ഉത്തരമെടുക്കാം. ഓപ്ഷൻ B ആണ്, പ്ലാസ്മയിൽ ആന്റിബോഡി Aയും Bയും ഇല്ല എന്ന്. ഞാൻ പറഞ്ഞില്ല, ഇങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് പോകുമെന്ന് പറയുന്നത് കേട്ടോ. പക്ഷേ ഈ ക്വസ്റ്റ്യനൊക്കെ ശ്രദ്ധ മാത്രമല്ല, നിങ്ങൾക്ക് ഇത് അറിവില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റും. പക്ഷെ നിങ്ങളിപ്പോൾ പഠിച്ചൂലേ ഇത്, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ റിവിഷൻ എടുക്കുന്നേ, അത് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ശരീരപേശികളിൽ ഏറ്റവും കൂടിയ അളവിൽ കാണപ്പെടുന്ന ധാതു ഏതാണ്? പേശികളാണ് ചോദിച്ചിരിക്കുന്നത്, മസിൽസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ചാടിക്കേറി കാൽസ്യം എഴുതി തെറ്റിക്കേണ്ട. അസ്ഥികളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? കാൽസ്യം പറയാം. അസ്ഥി അല്ലെങ്കിൽ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഏതാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാൽസ്യം എടുക്കാം. പക്ഷെ ഇവിടെ കാൽസ്യം അല്ല, ശരീരപേശികളിൽ ഏറ്റവും കൂടിയ അളവിൽ കാണപ്പെടുന്നത് പൊട്ടാസ്യമാണ്. ഓപ്ഷൻ C പൊട്ടാസ്യമാണ് ആൻസർ കേട്ടോ. ഇതും കുറേ ആൾക്കാർക്ക് തെറ്റി കാണും, അല്ലെങ്കിൽ ഇത് നെഗറ്റീവ് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. കാരണം
എഴുതുന്ന എല്ലാ ആൾക്കാരും കാൽസ്യത്തിന്റെ പിറകെ പോകാൻ ചാൻസ് ഉള്ളൂ. പഠിച്ചിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാർ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, പൊട്ടാസ്യം എഴുതത്തുള്ളൂ. പക്ഷേ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നുകയും ചെയ്യും. സോ ബി കെയർഫുൾ കേട്ടോ. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചിട്ട് ഉത്തരം അറിയാമെങ്കിൽ മാത്രം എഴുതുക. അടുത്ത്, മനുഷ്യ ശരീരത്തിലെ 24 മണിക്കൂർ ദിന താളക്രമം നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏത് എന്നാണ് ചോദ്യം. ഇതും സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. 24 മണിക്കൂർ താളക്രമം, ദിനതാളക്രമം നിയന്ത്രിക്കുന്ന ഹോർമോണ് മെലാറ്റോണിൻ. മെലാറ്റോണിന് വേറൊരു ചോദ്യം വരുമേ. കൃത്യമായ പ്രജനന കാലമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഹോർമോൺ എന്ന് ചോദിച്ചാൽ മെലാറ്റോണിൻ ആണ്. കൃത്യമായ പ്രജനന കാലമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഹോർമോണും ഏതാണ് കുട്ടികളെ? മെലാറ്റോണിൻ ആണ്. ഓക്കെ, മെലാറ്റോണിൻ ഉൽപ്പാദിപ്പിക്കുന്നത് പീനിയൽ ഗ്രന്ഥിയാണ്. ഈ പീനിയൽ ഗ്രന്ഥിയാണ് ജൈവ കടികാരം എന്നറിയപ്പെടുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത്, മന്ത്രിമാരുടെ കൗൺസിലിന്റെ വലിപ്പം 15% പരിമിതപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി. സ്ഥിരം ചോദിക്കുന്ന ചോദ്യമായാണ് ഞാൻ എടുത്തിട്ടിരിക്കുന്നത്. ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. 91 ഭേദഗതിയിലാണ് മന്ത്രിമാരുടെ കൗൺസിലിന്റെ എണ്ണം അംഗങ്ങളുടെ 15% എന്ത് ചെയ്തത്? പരിമിതപ്പെടുത്തിയത്. ഓക്കെ, അപ്പൊ 91 ഭേദഗതിയാണ് ആൻസർ. ഓക്കെ, സോ പിള്ളേരെ, അപ്പൊ നമ്മുടെ 20 ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ് ആയി. ഓക്കെ, നിങ്ങൾക്ക് 18 മുതൽ 20 മാർക്കാണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഔട്ട്സ്റ്റാൻഡിങ് കാറ്റഗറിയിലാണ്. 16+ ആണെങ്കിൽ എക്സലന്റ് ആണ്, 14+ ആണെങ്കിൽ വെരി ഗുഡ് ആണ്, 12+ ആണെങ്കിൽ ഗുഡ് ആണ്, ബിലോ 12 ആണെങ്കിൽ ആവറേജ് ആണ്. സോ നിങ്ങൾക്ക് അറിഞ്ഞൂടാത്ത പോർഷൻസ് നന്നായിട്ട് പഠിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പോൾ ശരി, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.